Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലും പിങ്ക് പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് ഇല്ലാത്തൊരു പായസം റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പായസം റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നെയ്യ് അത്യാവശ്യം മെൽട്ടായി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് എന്നൊക്കെ പറയുമല്ലോ, നേരെ ടൈപ്പ് ചെറിയ അരിയായിട്ട് വരുന്ന ആ ഒരു അരി ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് അളവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ വറുത്തതാണെങ്കിലും വറുക്കാതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നെയ്യിൽ നമ്മൾ ചേർത്തിട്ടുള്ള ജീരകശാല അരിയും സേമിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സേമിയ വറുത്തതാണെങ്കിലും വറുക്കാതായാലും എന്തായാലും ഒന്നിങ്ങനെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ പായസത്തിലേക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള അരിയും സേമിയും ഒക്കെ ആ ഒരു സമയം വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അരിയും സേമിയും ഒക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് അളവിൽ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള നീരാണ് കേട്ടോ ഇത്. ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിങ്ക് പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പിങ്ക് കളർ വിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നീരടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരിച്ചിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കരുതും ബീട്രൂട്ടിൻ്റെ ഫ്ലേവറൊക്കെ കൂടുതൽ വരില്ലേന്ന്, അങ്ങനെ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. നല്ലൊരു പായസത്തിന്റെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു കളറിന് മാത്രമായിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ ഒരുപാട് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലേവർ മാറിപ്പോവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു അരിയും സേമിയും ഒക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അരിയും സേമിയും ഒക്കെ വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യണം വെന്തിട്ടോന്നുള്ളത് കേട്ടോ. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അരിയും സേമിയും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലാണ്, ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ല നല്ലൊരു മൊഞ്ചുള്ള കളറായിട്ടല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കളറിലല്ല കേട്ടോ ഉണ്ടാവും. പായസം കുറച്ചൊന്ന് വറ്റി കുറുകി വരുന്ന സമയത്തേക്ക് കുറച്ചൊരു കളറിൽ വ്യത്യാസം വരും, എന്നാലും നല്ലൊരു ഭംഗിയുള്ള കളർ തന്നെ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താട്ടോ. ഇത് ഒരുപാട് വലിയൊരു മധുരമുള്ള ലൈറ്റ് മധുരമാണ് ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ളത് അളവുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാൽ ഒഴിച്ച് ഉടനെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, കാരണം എങ്കിലേ നമ്മുടെ ആ ഒരു അരിയിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാല് തിളക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മുടെ അരിയൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പാലൊന്ന് തിളച്ചൊന്ന് കുറുക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം പാലൊഴിച്ചതിന് ശേഷം നമ്മുടെ പായസം അത്യാവശ്യം നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പായസത്തിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്, കാരണം കുറച്ച് സമയം കൂടി നമ്മളൊന്ന് വെച്ചിരിക്കുമല്ലോ എന്തായാലും. ആ ഒരു സമയം കൂടി കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ മെയിനായിട്ട് ഓഫാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറുമാണ്. അതുപോലെ തന്നെ സേമിയൊന്നും അടിയിലൊന്നും കിടക്കുന്നില്ലല്ലോ, സെയിം ബാലൻസ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കളർ ശരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നല്ലൊരു കിഡിലും കളറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ നേരിയൊക്കെ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് നിങ്ങൾ എന്തായാലും ഈ ഒരു പായസം എന്തായാലും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. കിഡിലും ടേസ്റ്റാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്